പ്രിയപ്പെട്ട നമസ്കാരം, സനോജാണ്. ഞാനിന്ന് നിൽക്കുന്നത് വള്ളിക്കോട് കമ്പ പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ നമുക്കൊരു 11 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ദൃശ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ചിലപ്പോൾ സൗണ്ട് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല, ഭയങ്കര കാറ്റാണ് ഇവിടെ. സുഖസുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ പ്രദേശത്ത്. ഇവിടെ നമുക്കൊരു 11 സെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് തന്നെയാണ് 11 സെൻറ്റ്. നമ്മൾ റോഡുണ്ട്, ടാറിട്ട റോഡുണ്ട്. അപ്പോൾ ഈ 11 സെൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ബസ് റൂട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം ഉള്ളിലായിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ. 11 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. മാത്രമല്ല കമ്പ വള്ളിക്കോട് എന്നാണ് നമ്മുടെ ഈ ഏകദേശം ഈ പ്രദേശത്തിനൊക്കെ പറയുന്ന പേര്. നമ്മുടെ പറമ്പിനോട് ചേർന്ന് പാടശേഖരം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല കേട്ടോ. എല്ലാവിധ വാഹനങ്ങൾക്കും പോകാൻ പറ്റുന്ന വീതിയുള്ളൊരു പഞ്ചായത്ത് റോഡ് തന്നെയാണ് നമ്മുടെ റോഡ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പറമ്പിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് പറമ്പൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം കേട്ടോ. പറമ്പിൽ കുറേ അധികം തെങ്ങുകളും അതുപോലെ മാവും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ടുള്ള ആദായം എന്നൊന്നുമില്ല. നമുക്ക് ഏകദേശം 11 സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്ന നമ്മുടെ പറമ്പ്. നമ്മളീ കാണുന്ന തെങ്ങിനോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ അതിര് കാണാൻ പറ്റും. നമുക്ക് കമ്പിവേലി കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആദായം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 5 തെങ്ങുണ്ട്. അതുപോലെ പ്ലാവ്, മാവ്, പിന്നെ റംബുട്ടാൻ, സപ്പോട്ട, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസുകളാണ് നമ്മുടെ ഈ പറമ്പിലുള്ളത്. 11 സെൻറ്റ് നമുക്ക് വീടൊക്കെ വെക്കാൻ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഫ്രണ്ടിൽ റോഡുണ്ട്, ടാറിട്ട് റോഡുണ്ട്. ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമുക്ക് തേങ്ങ ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ കിട്ടും. അത്യാവശ്യം 5 തെങ്ങുകളുണ്ട് പറഞ്ഞില്ല. അതിൽ 5 എണ്ണത്തിൽ 4 കായ്ക്കുന്നുള്ളൂ നേരവണ്ണം. പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ പറമ്പിൽ വീട് വയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഈ തെങ്ങുകളൊക്കെ സൈഡിനോട് ചേർത്തി നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട് വെച്ചാലും തെങ്ങോ അങ്ങനെ മരങ്ങളൊന്നും മുറിക്കേണ്ടി വരില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ മരങ്ങളും അതുപോലെ തെങ്ങുകളൊക്കെ നട്ടിരിക്കുന്നത്. അത്യാവശ്യം ഒന്നുകൂടി തെങ്ങിനൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ല മെച്ചപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ ചിക്കുവിൻ്റെ ഒരു മരം ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കായകൾ നിൽക്കുന്നുണ്ട്. അതിൽ പഴുത്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ 2 പറിച്ചെടുക്കായിരുന്നു. എന്നാലും പഴുപ്പില്ല, പഴുക്കുന്നേ ഉള്ളൂ കേട്ടോ. ടൗണിലെ ജീവിതത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല സുഖകരമായിട്ടുള്ളൊരു ഗ്രാമ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ ഈ സ്ഥലം തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്താണ് നമുക്ക് ഈ മതിലിനോട് ചേർന്ന് നമ്മുടെ സ്ഥലത്തിൻ്റെ എൻഡ് വരെ ഒന്ന് പോയി നോക്കാം കേട്ടോ. കുറച്ച് വാഴകളൊക്കെ നിൽക്കുന്നുണ്ട്. വാഴയിൽ കാര്യമായിട്ടൊന്നുമില്ല. ശരിക്കും വളം പ്രയോഗം നടത്തുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള അതൊന്നും കിട്ടാത്തത്. എന്തായാലും നമുക്കിങ്ങനെ മതിലിനോട് ചേർന്ന് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ സ്ഥലത്തിൻ്റെ എൻഡ് വരെ നമുക്കൊന്ന് പോയിട്ട് അത് ഭാഗമൊന്ന് കാണാം അല്ലേ. ഓക്കെ, ഇവിടെ ഒരു ചെറിയ തേക്കുണ്ട് കേട്ടോ. 3-4 തേക്ക് മരങ്ങൾ നിൽക്കുന്നുണ്ട്. അത് വലിയ കാര്യമായിട്ടുള്ള അതൊന്നുമല്ല, എന്നാലും തേക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഏറ്റവും പുറകിലെ അതിരെന്ന് പറയുള്ളത്. നമ്മുടെ പറമ്പിൻ്റെ ആധാരവും അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും വളരെ ക്ലിയറാണ്. അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ റോഡ് സൈഡിലുള്ള ഈ 11 സെൻറ്റ് പറമ്പിൻ്റെ വില എന്ന് പറയുന്നത് സെൻറ്റിന് 1.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത്. അപ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ച് ബന്ധപ്പെടുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു കിടലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.